ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മളെ ഏവരെയും, അതായത് മനുഷ്യ മനസാക്ഷിയെ, അതായത് കേരളത്തിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ അറിയാലോ, പഴയ ഒരു സൗമ്യ വധക്കേസിലെ, അതായത് ഫെബ്രുവരി 1, 2011 ഫെബ്രുവരി 1 നടന്നൊരു സംഭവം. അതായത് നമ്മുടെ സ്ത്രീകൾക്ക് ആ ഒരു വിഷയത്തിന് ശേഷമാണ് നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലും പിന്നെ പൊതുവാഹനങ്ങളിലും ഒക്കെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വന്ന കേസായിരുന്നു ഇത്. അപ്പൊ ഇങ്ങനെ ഒരുത്തനെ നമ്മൾ എന്നിട്ടും ഇവനെ തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചതായിരുന്നു. അതായത് ഇവന്റെ മേലുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ കൊലക്കേസ്, അതായത് കൊലക്കുറ്റം, പിന്നെ ബലാത്സംഗം. അപ്പൊ ഇങ്ങനെ കുറച്ച് കേസുകളൊക്കെ ആയിരുന്നു ഇവന് വന്നത്. പക്ഷെ അതിനുശേഷം അറിയാലോ, പിന്നെ ഈ തെളിവുകളുടെ അഭാവം, തെളിവുകളുടെ അഭാവത്തിന് ശേഷം പിന്നെ ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷത്തേക്ക് കുറച്ചു, 7 വർഷമാക്കി. അപ്പൊ ഈ ഒരു കേസിലെ പ്രതിയാണ്, അതായത് ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചാർലി തോമസ്, തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇവന്റെ പേരെന്ന് പറഞ്ഞാൽ ചാർലി തോമസ് എന്നാണ്. അങ്ങനെ ഇവനാണ് ഇപ്പം നമ്മുടെ, അതും വേറെ ജയിലൊന്നുമല്ല, സബ് ജില്ല അങ്ങനെയുള്ള ജയിലുകളൊന്നുമല്ല, സെൻട്രൽ പ്രിസണായ കണ്ണൂരിൽ നിന്നാണ് ചാടിയിരിക്കുന്നത്. അടുത്ത സുരക്ഷാ വകുപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ ഇതിപ്പോ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പറ്റുന്നതെന്ന് ഇവൻ ഗോവിന്ദച്ചാമി നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിൽ എല്ലാ വീഡിയോസിലും ഒന്ന് നോക്കിയാൽ മതി, ആൾക്കാരെല്ലാം അതിന്റെ താഴെ ഇത്രയും കാലം കാരണം അവന്റെ രൂപമൊക്കെ നമ്മൾ വീണ്ടും എല്ലാവരും ശരിക്കും നല്ല കലിപ്പായ ഒരു സമയമായിരുന്നു. കാരണം അവൻ തിന്നു കൊഴുത്ത് അവൻ വലിയ ഒരു തടിമാടനെ പോലായി ആ ഒറ്റക്കയ്യൻ. പക്ഷെ അവൻ ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവരും, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു കേസായിരുന്നു ഇവൻ ചെയ്തത്. പിന്നെ ഈ തെളിവുകളുടെയൊക്കെ അഭാവം അറിയാലോ, തെളിവുകളുടെ അഭാവത്തിലാണ് ഈ കൊലക്കുറ്റത്തിൽ ഇളവുകൾ വരുത്തി 7 വർഷത്തേക്കാണ്. 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് രക്ഷപ്പെടാമെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും അവൻ രക്ഷപ്പെടത്തൊന്നുമില്ല. പക്ഷെ ഇപ്പം മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇവന്റെ ഫോട്ടോ എല്ലാവർക്കും, ഇവൻ എവിടെ പോയി രക്ഷപ്പെടാനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവൻ എവിടെ പോയി രക്ഷപ്പെടും? ഇവൻ എന്ത് രൂപമാറ്റം സംഭവിച്ചാലും പക്ഷെ ഇവനെ ആൾക്കാർ വെറുതെ വിടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ ഒരു കേസിന് ശേഷം തന്നെ ഭയങ്കര അറിയാലോ, കേരളം മുഴുവൻ കുലുങ്ങിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം തന്നെ ആൾക്കാരെല്ലാം ഇവരെ കൈ കിട്ടിയ നമ്മുടെ ഇതിനകത്തെ അമറക് ബന്ധോണിക്ക് ചെയ്ത പോലെ ഒക്കെ തന്നെ ചെയ്തേനെ. പക്ഷെ ഇനി ഇവന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഒരു 5 മണിക്കും പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഇവൻ ഈ ജയിലിൽ ചാടിയിരിക്കുന്നത്. എന്ത് സുരക്ഷ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ. ഞാനിപ്പോ സിറ്റി പോലീസ് കമ്മീഷണർ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പം അറിഞ്ഞിരുന്ന് കാണണം എന്റെ ഗോവിന്ദച്ചാമി നിനക്ക് എന്ത് സംഭവിക്കുമെന്ന്. അപ്പം ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. താങ്ക് യു. അപ്പം മാക്സിമം നമുക്ക് പോലീസിനെ സപ്പോർട്ട് ചെയ്യാം. ആരും നിയമങ്ങളൊന്നും കയ്യിലെടുക്കാൻ പാടില്ല. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു.